ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റിജു കാഞ്ഞുകാരൻ, നോക്കൂ, സഭയ്ക്ക് വേണ്ടി, സഭയുടെ നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞാണ് നിങ്ങൾ സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഈ ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും വലിയ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്തത്. സഭയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പിന് അത് വഴിവെച്ചു. നോക്കൂ, നിരോധിത സംഘടനയായ PFIയുടെ പിന്തുണയിലാണ് ഇതൊക്കെ നടന്നത് അവിടെ എന്നതാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. റിജു, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, ഒന്നും പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? പറഞ്ഞോളൂ. ഹലോ, എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ചോദ്യം ക്ലിയർ ആയില്ല എങ്കിൽ പോലും ഞാൻ പറയാൻ തുടങ്ങുകയാണ്. കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം, ഇപ്പൊ കേൾക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിലെ ഏറ്റവും പ്രമുഖമായ ഒന്നാമത്തെ അതിരൂപതയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അതിരൂപതയും എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. ഏകദേശം 6.5 ലക്ഷം വിശ്വാസികളും 490 വൈദികരും ഉൾപ്പെടുന്ന വലിയ ജനസമൂഹത്തെ ഒരു സംശയത്തിൻ്റെ മുൻപിനെ നിർത്തിക്കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ മാർ ആൻഡ്രൂസ് എന്ന് പറയുന്ന മെത്രാൻ, ആൻഡ്രൂസ് മെത്രാൻ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി, ഏകദേശം ഒരു 4-5 വർഷമായി എറണാകുളം അതിരൂപതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വിഷം ചീറ്റുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിന് കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ തന്നെ NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒരു വശത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറിൻ മണി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങളുമായി അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടെ ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ കിട്ടിയ ഒരു വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ പ്രതിയോടാണോ, അദ്ദേഹമാണോ ഈ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തി? ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മാർ ആൻഡ്രൂസ് താഴത്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായി ധാരണയുണ്ട് എങ്കിൽ, കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയുണ്ടെങ്കിൽ, ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേരും വിവരവും സഹിതം ഈ വക തെളിവുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഇത്തരത്തിൽ കത്തോലിക്ക സഭയിലെ ആരാധനക്രമമായി കുർബാന വിഷയത്തിൽ PFI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹം അത് കൃത്യമായി അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ വെക്കട്ടെ. അന്വേഷണ ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തട്ടെ. അതല്ല എങ്കിൽ അത്തരത്തിൽ ഈ ഭാരത കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതമായ മെത്രാൻ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന, ഇനി 4 ദിവസം കൂടി ഉള്ളൂ എങ്കിൽ പോലും ഈ 4 ദിവസം കൂടി അത് അലങ്കരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായ കേന്ദ്ര ഏജൻസികൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ അതിന്റെ കൺസേൺഡ് അതോറിറ്റിക്ക് മുമ്പിലോ കൃത്യമായി അദ്ദേഹം ഈ പറഞ്ഞതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? അത് രണ്ടാമത്തെ കാര്യം. അതിൽ ഫർദർ അന്വേഷണം ആവശ്യമുണ്ടോ? അതിന് സന്നദ്ധനാണോ? അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമോ? അത് മൂന്നാമത്തെ കാര്യം. ഏറ്റവും പ്രാഥമികമായിട്ട് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം, ഇത് നിങ്ങൾക്കെതിരെ ഉയർന്ന ഗൗരവതരമായിട്ടുള്ള വിഷയമാണല്ലോ. താങ്കൾ അതിൽ മറുപടി പറയാതെ അദ്ദേഹം നേരിടുന്ന അന്വേഷണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങളെക്കുറിച്ചും പറയാതെ നിങ്ങൾക്കെതിരെയാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. അതിൽ നിങ്ങൾ PFIയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയായിരുന്നു സഭയ്ക്കുള്ളിൽ എന്നതാണല്ലോ ആരോപണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യം ക്ലിയർ ആയില്ലായിരുന്നു. ഇപ്പോഴാണ് ചോദ്യം ക്ലിയർ ആയത്. ഞാൻ പറയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ 6 ലക്ഷം വിശ്വാസികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 8-9 വർഷക്കാലമായി എറണാകുളം അതിരൂപതയുടെ ഈ പ്രതിഷേധ സമരമുഖത്ത് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഞങ്ങളുടെ അൽമായ മുന്നേറ്റം അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സഭാ സമൂഹത്തിൽ ഞങ്ങളുടെ വൈദികരടക്കം ആരെങ്കിലും ഈ PFI എന്ന സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൻറ്റി ക്രിസ്ത്യൻ മൂവ്മെൻറ്റുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനകളുമായോ ബന്ധപ്പെടുന്ന വിവരങ്ങളോ രേഖകളോ ഉണ്ട് എങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ മുമ്പിൽ വയ്ക്കട്ടെ. അതല്ല എങ്കിൽ സഭാ സിനഡുണ്ട്. ഈ എറണാകുളത്തെ ഈ സംഭവത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അർഹതപ്പെട്ട ആളാരാണ്? ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ അപ്പസ്തോലിക് വികാരി അല്ലെങ്കിൽ പാമ്പ്ലാനി പിതാവാണ്. ഇവരെ രണ്ടുപേരും മുമ്പിലോ അല്ലെങ്കിൽ സിനഡിന് മുമ്പിലോ ഇത്തരം വിവരങ്ങൾ വെക്കാൻ എന്തിന് മാർ ആൻഡ്രൂസ് താഴത്ത് ഭയക്കുന്നു? ആ വിവരങ്ങൾ വെച്ചിട്ട് അതിന് കൃത്യമായ അന്വേഷണം നടക്കട്ടെ.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തെ സംബന്ധിച്ചോളം, അതിന് നേതൃത്വം നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഇന്നോ ഇന്നലെയോ ഈ സഭാ സമൂഹത്തിൻ്റെ ഭാഗമായ ആളുകളല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ 30-40 വർഷങ്ങളുമായി എറണാകുളം അതിരൂപതയുടെ അൽമായ നേതൃത്വ രംഗത്ത് കാറ്റഗിസം, കുടുംബ യൂണിറ്റ്, പാരിഷ് കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ എന്ന തലങ്ങളിലൊക്കെ രൂപതാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരന്തര കാലഘട്ടങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, ഞങ്ങൾക്കൊന്നും മൂടി വയ്ക്കാനുമില്ല. ഈ വക വിവരങ്ങൾ കിട്ടിയ മെത്രാൻ ആൻഡ്രൂസ് ഈ വക വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ സീറോ മലബാർ സിനഡിന് മുമ്പിൽ വെക്കുകയാണ് വേണ്ടത്. അത് വെക്കാൻ അദ്ദേഹത്തിന് ആർജവും ഇല്ല എങ്കിൽ അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വ്യക്തി കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതേ ആവശ്യവുമായി ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുമായി വത്തിക്കാനെ സമീപിച്ചിരുന്നു. അത് വത്തിക്കാനെ സമീപിച്ചപ്പോൾ അത് എങ്ങനെയോ ലീക്കായി പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയ പരാതിയുടെ പുറത്താണ് ഇദ്ദേഹത്തെ എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലിത്ത ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തത്. അതിൻ്റെ ജാള്യത മറയ്ക്കാൻ 1.5 വർഷക്കാലം എറണാകുളം അതിരൂപതയുടെ ചുമതലയുണ്ടായിരുന്ന വ്യക്തി എറണാകുളം അതിരൂപതയിൽ ഒരു പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കാൻ പോലും കഴിയാതെ പിന്മാറേണ്ടി വന്ന വ്യക്തി. ഈ തൃശ്ശൂർക്കാരായ പൊടിപ്പാറ സാറിനൊക്കെ അറിയാം. തൃശ്ശൂരൊക്കെ ഇപ്പം പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും പട്ടി ചന്തയ്ക്ക് പോയ പോലെ. ഇപ്പം തൃശ്ശൂർക്കാർ പറയുന്നത് ആൻഡ്രൂസ് എറണാകുളത്ത് പോയ പോലെ എന്നാണ് പറയുക. അത്രമാത്രം നാണം കെട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയതിൻ്റെ ജാള്യത മറയ്ക്കാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി എറണാകുളം അതിരൂപതയിലെ 6 ലക്ഷം വിശ്വാസികളെയും വൈദികരെയും അപകേളിക്കുന്ന, അപഹസിക്കുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്ന ഒരു മെത്രാൻ, അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയാണ് ഞങ്ങൾ വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വലിയ ഭിന്നിപ്പിന് ഇട നൽകിയേക്കാവുന്ന പല കണ്ടന്റും ആ ഇന്റർവ്യൂവിലുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് മാത്രമായിരിക്കും. ഓരോരുത്തരും ഈ ചർച്ചയുടെ ഭാഗമാകുന്ന ഓരോരുത്തരും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നത് കൂടി ഞാൻ പറയുകയാണ്. താങ്കൾ ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ ആ നിലയിൽ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലമായി CBCI അതായത് മെത്രാൻ സമിതിയുടെ അധ്യക്ഷനാണ്. ആ വ്യക്തി ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട തലത്തിലിരിക്കുന്ന വ്യക്തി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 2 വർഷക്കാലം ഇന്ത്യയിൽ എമ്പാടും ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചോ അക്രമങ്ങളെക്കുറിച്ചോ ഒരു വാക്ക് കൊണ്ടുപോലും ഒരു പ്രസ്താവന കൊണ്ടുപോലും താങ്കൾക്ക് ആ ഒരു കേന്ദ്ര സർക്കാരിനെയോ സംഘപരിവാർ സംഘടനകളെയോ അപലപിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ മണിപ്പൂരിൽ പോലും ഇടപെടാതെ നോക്കി നിന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത്തരത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ വെള്ളപ്പള്ളി നടേശനെ വെച്ചും സുമാരൻ പണിക്കരെ വെച്ചും നടത്തിയ പോലെ ക്രൈസ്തവ സമൂഹത്തിൽ പുതിയ വിള്ളലുണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രൈസ്തവ മുസ്ലിം വിരോധം വളർത്തിയ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് ഒരു സംഘപരിവാർ ഏജന്റായി ക്രൈസ്തവ സഭയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് സിനഡിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു വിള്ളൽ പക്ഷേ നോക്കൂ, ക്രൈസ്തവ സഭയുടെ ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരു ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ആ അഭിമുഖത്തിന് 2 ഭാഗങ്ങളുണ്ടല്ലോ. അതിൽ എല്ലാത്തരം വർഗീയതയ്ക്കും എതിരായി സംസാരിക്കുന്നുണ്ട്. മറ്റ് വർഗീയതകൾ ഏതൊക്കെ വിധത്തിലാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് എന്നത് പറയുന്നുണ്ട്. രാജ്യത്ത് ക്രൈസ്തവരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് എത്താം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തെ സംരക്ഷിച്ചുകൊണ്ടോ അവരുടെ വാദങ്ങൾ ഉയർത്താൻ വേണ്ടിയോ മാത്രമുള്ള ഒരു സംഭാഷണമായി തോന്നുന്നില്ല. എല്ലാത്തിനെയും കുറിച്ച് അതിൽ പറയുന്നുണ്ട്. 2 ഭാഗങ്ങളുള്ളതിൽ എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.